ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇതുവരെ ട്രൈ ആക്കാത്ത ഒരു സംഭവം ഉണ്ടാക്കാൻ പോണതും ഞാനിപ്പൊ ചെയ്തോണ്ടിരിക്കണതും ഞാൻ ഇതുവരെ ട്രൈ ആക്കാത്ത സാധനം കേട്ടാ. ഓൺ വോയിസ്. ഞാൻ എപ്പോഴും വോയിസ് ഓവർ കൊടുക്കണല്ലേ, അപ്പൊ കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺ വോയിസ് കൊടുക്കാൻ പോണേ കേട്ടാ. അപ്പൊ ചെയ്യാൻ പോണത് എന്താ വെച്ചാല്, ഇന്ന് നമുക്ക് രാത്രിത്തേക്കുള്ളതും അത്താഴത്തേക്കുള്ളതും ഒരു കറി ഉണ്ടാക്കാൻ പോണേ. അപ്പൊ പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഞാൻ ആദ്യം സ്റ്റവ് കത്തിച്ചിട്ട് ഉണ്ടാക്കാൻ പോണത് എഗ് ഫ്രൈഡ് കറി. അതിൽ നിന്ന് പൊരിച്ചെടുക്കണം. ഉപ്പ് ഇങ്ങനെ കുറച്ച് മുളക് പൊടി, ഇത് ഓപ്ഷണൽ ആണ്ടാ, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് ഞാൻ ഇരിക്കുന്ന രണ്ടെണ്ണം കൂടി സെറ്റാക്കാം. ഞാൻ ചോദിച്ചത് മൂന്നാമത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അല്ലെങ്കിൽ നമുക്ക് വേറെ പാൻ എടുത്താലോ, വേറെ പാൻ. ഇനിയും പാത്രമില്ല കേട്ടോ, നമ്മൾ പാൻ എടുത്തിട്ടുണ്ട്. നോക്ക്, ഇത് നമ്മൾ ഈ പാനിലാണ് ചെയ്യാൻ പോണം. പാൻ ചൂടായിട്ട് വേണമെങ്കിൽ ഒന്ന് കൈ വെച്ച് നോക്കി പറ്റി വെച്ചാൽ വെളിച്ചെണ്ണ സവാള ഇട്ട് കൊടുക്കാം കേട്ടാ. സവാള ഇട്ട് കൊടുക്കാം. സവാള ഇങ്ങനെ കുഞ്ഞാക്കി അരിയുന്നതാണ്, അത്ര കുഞ്ഞതല്ല, എന്നാലും കുഞ്ഞി. നമുക്ക് 2 തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പം ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് വരാം. പച്ചമുളക് ഇടാം, വെളുത്തുള്ളി പേസ്റ്റ്, ക്യാപ്സിക്കം ഇടാം. ഇതിവിടെ ഇരുന്നിരുന്നേട്ടാ, ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഈ സാധനങ്ങളൊക്കെ ചീത്താണ് ഉമ്മക്ക് ഇഷ്ടമല്ല, ഉമ്മൻ്റെ ചീത്ത വരും. സോ നമുക്കതും കൂടി ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, തക്കാളി പേസ്റ്റ് ആക്കിയത്, ഉപ്പ്, മല്ലിപ്പൊടി ഇട്ടുണ്ട്, പക്ഷേ മല്ലി ഇല ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു. ഒരു കഷ്ണം പുട്ടും ഞാനുണ്ടാക്കിയ കിടിലൻ ടേസ്റ്റി എഗ് ഫ്രൈഡ് കറി എന്നാണ് ഞാൻ പറയാൻ വന്ന. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഞെട്ടിപ്പോയി. മസ്റ്റ് ട്രൈ ആയിട്ടോട്. ഇത് പേരൊന്നും മൈൻഡ് ആക്കണ്ട, ടേസ്റ്റ് ആണ് ഏറ്റവും അടിപൊളി. അപ്പൊ ഫർഹാനയുടെ ഫർഹാന സൈനിങ്ങോ.